തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി വിജയകുമാർ. ആചാരലംഘനത്തിന് എങ്ങനെ നിയമ നടപടിയെടുക്കുമെന്ന് ചോദിച്ച അദ്ദേഹം അറസ്റ്റിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിച്ചു നിർത്താനാകില്ല. SITക്ക് മുകളിലും ഇടപെടലുണ്ടാകുന്നതായി സംശയമുണ്ടെന്നും വിജയകുമാർ തുറന്നടിച്ചു. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യം പറയുമ്പോൾ അതിൻ്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. തന്ത്രി എന്ന് പറയുന്നത് ആചാരപരമായ സംരക്ഷണമാണ് തന്ത്രിയുടെ കടമ. ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ടോ? ആചാരപരമായ കാര്യങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ക്രിമിനൽ നടപടി നിയമം, ഞാനും ഒരു അഭിഭാഷകനാണ്, ക്രിമിനൽ നടപടി നിയമം അതിനകത്ത് IPCയിലും IPCയിലൊന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിതയിലോ ഒന്നും അതിനെക്കുറിച്ച് പറയാൻ യാതൊരു നിയമ വകുപ്പും നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് SITയുടെ അന്വേഷണം. കോടതി മോണിറ്റേഡാണ്, ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണമാണ്, വിശ്വാസമുണ്ട്. പക്ഷേ അവരെ പോലും സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് വ്യാപകമായി ഇന്ന് ചർച്ച. ഇപ്പോൾ ഉദാഹരണത്തിന് കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നില്ലേ? ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ഭരണത്തിൽ കാര്യമില്ലെന്ന് പറയുന്നത് അർത്ഥമില്ല.